കോഡിംഗ് ഇല്ലാതെ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കോഡിംഗ് യൂസ് ചെയ്തുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ കമ്പനീസിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. IT ഫീൽഡിൽ അത് എവിടെ തന്നെയാണെങ്കിലും, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും, ക്ലൗഡ് എഞ്ചിനീയറിംഗ് ആണെങ്കിലും, എന്താണെങ്കിലും നമുക്ക് ഓട്ടോമേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ സാധാരണ ഓട്ടോമേറ്റ് ചെയ്യുന്നത് പല പല സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ്. ബാഷ് സ്ക്രിപ്റ്റ്, പൈത്തൺ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് ആ സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത്. ഈ ബാഷ് സ്ക്രിപ്റ്റിങ്ങും പൈത്തൺ സ്ക്രിപ്റ്റിങ്ങും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് പഠിച്ച് ഓട്ടോമേറ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ കമ്പനീസിൽ യൂസ് ചെയ്യുന്ന ഒരു ടൂളുണ്ട്. ആ ഒരു ടൂളിൻ്റെ പേര് N8N എന്നാണ്. ആ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഓട്ടോമേഷൻസും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. N8N ഓട്ടോമേഷൻസിനെ നമ്മൾ വർക്ക് ഫ്ലോ എന്ന് പറയുന്നു. ഒരു വർക്ക് ഫ്ലോയ്ക്ക് ഒരു ട്രിഗർ ഉണ്ടാവും. അതിനെ ചേഞ്ച് ചെയ്ത് അതിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ ഓരോരോ നോട്ട്സ് കണക്ട് ചെയ്യും. ഈ ട്രിഗറാണ് നമ്മുടെ വർക്ക് ഫ്ലോയെ എനേബിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ട്രിഗർ നോട്ട്സിൻ്റെ പുറകെ ബാക്കിയുള്ള നോഡുകൾ നമുക്ക് ഫ്ലോ ചാർട്ട് പോലെ കണക്ട് ചെയ്യാൻ പറ്റും. സോ ഒരു നോഡിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് അടുത്ത നോഡിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടെലഗ്രാം നോഡിനകത്ത് നമ്മളൊരു മെസ്സേജ് അയക്കുകയാണ്. ഒരു ടോപ്പിക്, ഇപ്പോൾ AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞ് നമ്മളൊരു മെസ്സേജ് അയക്കുകയാണ്. ആ ഒരു മെസ്സേജിനെ നമുക്ക് അടുത്ത നോഡായ ഒരു AI നോഡിലൂടെ പാസ് ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടാക്കാൻ പറയാം. അപ്പോൾ AI നോഡ് നമുക്കൊരു ബ്ലോഗ് പോസ്റ്റ് ഉണ്ടാക്കി തരും. അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ അടുത്ത നോഡായ വേർഡ്പ്രസ് നോഡിലോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വേർഡ്പ്രസ് നോഡിനെ കൊണ്ട് നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ നോഡുകൾ ചേഞ്ച് ചെയ്ത് നമുക്കൊരു വലിയൊരു വർക്ക് ഫ്ലോ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പക്ഷേ IT ഫീൽഡിൽ, പ്രത്യേകിച്ച് കമ്പനീസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നോട്ട്സും ആക്ഷൻസും ഉണ്ട്. സോ ഇത് വെച്ചിട്ട് നമുക്ക് കോഡ് യൂസ് ചെയ്യാതെ, അല്ലെങ്കിൽ വളരെ കുറച്ച് കോഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ഓട്ടോമേഷൻസ് എഫക്റ്റീവായിട്ട്, എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ N8N ഓട്ടോമേഷൻ എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും.